കുന്തിഭോജ രാജാവിന്റെ വളർത്തുമകളായിരുന്നു കുന്തി. അതിസുന്ദരിയും വിനയാന്യത്വയുമായ കന്യക കൊട്ടാരത്തിലെ ഏവരുടെയും സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമായി. ആ രാജകൊട്ടാരത്തിൽ ഏവരുടെയും കണ്ണിലുണ്ണിയായും രാജ്യത്തിന്റെ അലങ്കാരമായും കുന്തി തന്റെ നാളുകൾ കഴിച്ചു പോകുന്നു. ആ ഇടയ്ക്ക് ഒരു നാൾ കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ ദുർവാസാവ് മഹർഷി വന്നു ചേർന്നു. മഹാകോപിഷ്ഠനും ഗർവിഷ്ഠനുമാണ് മഹർഷി എന്നറിയാമായിരുന്ന രാജാവ് മകളെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: മകളെ, ദുർവാസാവ് മാമുനി ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക എളുപ്പമല്ല. അദ്ദേഹത്തിന് അനിഷ്ടമുണ്ടാക്കുന്ന പക്ഷം സർവവും ഞൊടിയിടയിൽ ഭസ്മമാകും. ഓമനി, അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് സംപ്രീതനാക്കുവാൻ ഞാൻ നിന്നെ നിയോഗിക്കുകയാണ്. പിതാവിന്റെ ആജ്ഞ കുന്തിദേവി സസന്തോഷം ഏറ്റെടുത്തു. അവൾ നന്നേ പണിപ്പെട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ മുഴുകി. കുന്തിയുടെ അർപ്പണ മനോഭാവം ദുർവാസാവിനെയും സന്തോഷിപ്പിക്കാതിരുന്നില്ല. എങ്കിലും അവളെ പരീക്ഷിക്കുന്നതിൽ അദ്ദേഹം തൽപരനായിരുന്നു. ഒരു ദിവസം ദുർവാസാവ് കുന്തിയോട് ആവശ്യപ്പെട്ടു: ഞാൻ സ്നാനം കഴിഞ്ഞു വരുന്ന ഉടൻ തന്നെ വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി വെക്കുക. കുന്തി സദ്യയ്ക്കുള്ള വട്ടകൂട്ടങ്ങൾ കൂട്ടി. നിമിഷങ്ങൾക്കുള്ളിൽ മഹർഷി കുളി കഴിഞ്ഞു വന്ന് ഭക്ഷണത്തിനിരിപ്പായി. കുന്തി ഒരുവിധം ആഹാരം തയ്യാറാക്കി അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി. ചൂടുവായി ഉയരുന്ന ആഹാരം മഹർഷി കുന്തിയുടെ പുറത്തേക്ക് നോക്കി. മഹർഷിയുടെ ഇംഗിതം മനസ്സിലാക്കിയ കന്യക തന്റെ പുറത്ത് ചുട്ടുപൊള്ളുന്ന ആഹാരപാത്രം എടുത്തു വെച്ചു. ദുർവാസാവാകട്ടെ സ്വാദോടെ ആഹാരം കഴിച്ചു തുടങ്ങി. കുന്തിയുടെ പുറം ചൂടിനാൽ ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. എന്നിട്ടും യാതൊരുവിധ ഭാവഭേദവും കൂടാതെ അവൾ നിന്നു. കുന്തിയുടെ അതിഥി സൽക്കാരപ്രിയം മഹർഷിയെ ആകർഷിച്ചു. അല്ലയോ കന്യകെ, നിന്റെ ഭക്തി അളവറ്റതാണ്. ഭദ്രേ, ശരീരം പൊള്ളിയിട്ടും അനർത്ഥം പ്രകടിപ്പിക്കാതെ നീ നിലകൊണ്ടു. നിന്റെ സുശീലത്വം എന്നെ ആകർഷിച്ചിരിക്കുന്നു. പറയൂ, എന്തു വരമാണ് നിനക്ക് വേണ്ടത്? കുന്തി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു: മഹർഷി, അവിടെ നിന്നെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞ ഭാഗ്യവുമായി ഞാൻ കരുതുന്നു. പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല